നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും പോസിറ്റീവ് സൈഡിൽ നിലനിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി 0.4% ഉയരുകയും 25,800 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ITC, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് തന്നെയാണ് ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് നയിച്ചത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും അവയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഭാരത് ഫോർജ് എന്ന കമ്പനി VVDN ടെക്നോളജിയുമായി ചേർന്ന് ഓട്ടോമോട്ടീവ്, ഡിഫൻസ്, ഡാറ്റാ സെൻറ്റർ മാർക്കറ്റ് തുടങ്ങിയ ബിസിനസ്സുകളിൽ കൊളാബറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരത് ഫോർജ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. BL കാശ്യപ് ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് 300 കോടി രൂപയുടെ ഓർഡർ CRC ഗ്രീൻ എന്ന കമ്പനിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BL കാശ്യപ് ആൻഡ് സൺസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോണോഗ്രാം സീംലെസ് പൈപ്പുകളിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും ജിൻഡാൽസ എന്ന കമ്പനിയെ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് വിലക്കിയതുകൊണ്ട് ജിൻഡാൽസ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം. TVS മോട്ടോർ ഇന്ത്യക്ക് പുറത്ത് 10 ലക്ഷം യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു. TVS മോട്ടോറിൻ്റെ ഇന്തോനേഷ്യയിലുള്ള പ്രൊഡക്ഷൻ പ്ലാന്റാണ് 10 ലക്ഷം പ്രൊഡക്ഷൻ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 95% 2 വീലറും 5% 3 വീലറുമാണ്. അതുകൊണ്ട് TVS മോട്ടോർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. പേസ് ഡിജിടെക് എന്ന കമ്പനിക്ക് യാക്കിൻ കെം എന്ന കമ്പനിയിൽ നിന്നും $1.35 മില്യൺ ഓർഡർ ലഭിച്ചതുകൊണ്ട്, അതായത് മൊബൈൽ ബാറ്ററി സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് പേസ് ഡിജിടെക് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. DCX സിസ്റ്റം എന്ന കമ്പനിക്ക് കേബിൾ അസംബ്ലി, പ്രിൻറ്റഡ് സർക്യൂട്ട് അസംബ്ലി എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 45 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. DCX സിസ്റ്റം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഇൻ്റലക്റ്റ് ഡിസൈൻ അരീന എന്ന കമ്പനി ഇന്ത്യയിലെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് ഇൻ്റലക്റ്റ് ഡിസൈൻ അരീന എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NCC എന്ന കമ്പനിയെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടെൻഡറുകളിലും ബിഡുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് NCC എന്ന സ്റ്റോക്കിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഫെബ്രുവരി 27 കമ്പനി ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. കെജാരിയ സെറാമിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കെജാരിയ സെറാമിക്സ് കെജാരിയ അഡിസീവ്സിൻ്റെ 25% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കെജാരിയ സെറാമിക്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. തേജസ് നെറ്റ്വർക്ക് എന്ന കമ്പനിക്ക് PLI സ്കീമിൻ്റെ പശ്ചാത്തലത്തിൽ 70 കോടി രൂപ ലഭിച്ചതുകൊണ്ട് തേജസ് നെറ്റ്വർക്ക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അസ്പയർ സ്പേസ് എന്ന കമ്പനിയുടെ 100%ഓളം സ്റ്റേക്കുകൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് അക്വയർ ചെയ്തു. അതുകൊണ്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കൂടാതെ റോസാരി ബയോടെക് എന്ന കമ്പനി 8 മില്യൺ രൂപ റോസാരി ഇൻ്റർനാഷണൽ എന്ന സബ്സിഡറിയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് റോസാരി ബയോടെക് എന്ന സ്റ്റോക്കിൽ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയായ CMA CGM എന്ന കമ്പനിക്ക് വേണ്ടി 6 ഫീഡർ കണ്ടെയ്നർ വെസൽ നിർമ്മിച്ച് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതുവഴി കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിക്ക് 2000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ലഭിച്ചു. അതുകൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്